ഭഗവതേ വാസുദേവായ. വിഷ്ണു സഹസ്രനാമ സ്തോത്രം അർത്ഥം രണ്ടാം ഭാഗം. മംഗളാചരണത്തിന് ശേഷം ആ മഹാഭാരതത്തിൽ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ പറയുകയാണ്. കാരണം മഹാഭാരതം വൈശമ്പായന മഹർഷി ജനമേജയനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ശ്രീ വൈശമ്പായന ഉവാച. ഇത് മഹാഭാരതത്തിലുള്ള ആ ഒരു വാക്കുകളാണ്. അത് അതുപോലെ എടുത്തതുകൊണ്ടാണ് ഇവിടെ അത് വന്നിരിക്കുന്നത്. അപ്പോ ശ്രീ വൈശമ്പായനൻ ആ കഥ തുടർന്ന് പറയുകയാണ്. ശ്രുത്വാ ധർമാൻ അശേഷേണ പാവനാനി ച സർവശ യുധിഷ്ഠിര ശാന്തനവം പുനരേവാഭ്യഭാഷത. യുധിഷ്ഠിരനെ ഭീഷ്മർ ഉപദേശിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്തൊക്കെയായിരുന്നു ഉപദേശിച്ചു കൊണ്ടിരുന്നത്? ധർമാൻ, ഈ ഇഹലോകവാസത്തിൻ്റെ ആ ഒരു ഉയർച്ചയ്ക്കും ഒപ്പം പരമമായ മോക്ഷത്തിനും വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ധർമ്മങ്ങളെയും, അതാണ് ധർമാൻ, എല്ലാ ധർമ്മങ്ങളെയും ഒപ്പം അശേഷേണ പാവനാനി, പൂർണ്ണമായും പാപങ്ങളെ നശിപ്പിച്ചിട്ട് പാവനാനി, ശുദ്ധിയെ ചെയ്യുന്ന ധർമ്മരഹസ്യാനിച്ച, ആ ധർമ്മരഹസ്യങ്ങളെയും എന്നർത്ഥം. അപ്പോൾ എല്ലാ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെയും സർവശഃ ശ്രുദ്ധ, അതായത് സംക്ഷേപമായിട്ടും വിസ്തരിച്ചുമൊക്കെ ഭീഷ്മർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രകാരത്തിലും ഇതൊക്കെ ശ്രുദ്ധ എന്നാൽ കേട്ടിട്ട് യുധിഷ്ഠിരൻ ശാന്തനവം, ശാന്തനു മഹാരാജാവിൻ്റെ മകൻ എന്ന അർത്ഥത്തിലാണ് ശാന്തനു. അങ്ങനെ ശാന്തനവം എന്നാൽ അദ്ദേഹത്തോട്, ആ ഭീഷ്മ പിതാമഹരോട് പുനഃ ഏവ, വീണ്ടും വീണ്ടും അഭ്യഭാഷത, വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് യുധിഷ്ഠിരൻ. എല്ലാ ധാർമ്മികമായ കാര്യങ്ങളെക്കുറിച്ചും അവനവനെ ശുദ്ധീകരിക്കാനുള്ള സർവ്വതിനെയും കേട്ടതിന് ശേഷവും തൃപ്തി വരാതെ എളുപ്പം ആ ഒരു ആത്മശാന്തിക്കും മോക്ഷലാഭത്തിനും എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നറിയാൻ യുധിഷ്ഠിരൻ വീണ്ടും ചോദിക്കുകയാണ്. അതാണ് അടുത്തത്. യുധിഷ്ഠിര ഉവാച. ഉവാച എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞു എന്നും ചോദിച്ചു എന്നും അർത്ഥമെടുക്കാം. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. യുധിഷ്ഠിര ഉവാച കിമേകം ദൈവതം ലോകേ കിം വ്യാപ്യേകം പാരായണം സ്തുവന്തഃ കം അർച്ചന്തഃ കമർച്ചന്തഃ പ്രാപ്നുയുർ മാനവാഹ ശുഭം. ഇവിടെ യുധിഷ്ഠിരൻ ഭീഷ്മരോട് 6 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ലോകേ, ഈ ലോകത്തിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കുവാൻ ഏകം ദൈവതം കിം, ഒരേ ഒരു ഈശ്വരൻ ആരാകുന്നു? ഇനി കിം വാ അഭി ഏകം പാരായണം, ഏതൊരു ദേവനാണോ പരം അയനം, പാരായണം, അതായത് പരമമായിട്ടുള്ള അയനം എന്നതുകൊണ്ട് ഇവിടെ ആ ഒരു ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനം എന്നാണ് അർത്ഥമെടുക്കുന്നത്. അപ്പോൾ ഏതൊരു ദേവനാണോ, ഏതൊരു സ്ഥാനമാണോ നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമായിട്ട് വയ്ക്കേണ്ടത്, അതാണ് കിം വാ അഭി ഏകം പാരായണം, ഒരേ ഒരു പ്രാപ്യസ്ഥാനം ഏതാണ്? ഇനി സ്തുവന്തഃ കം, ആരെയാണ് സ്തുതിക്കേണ്ടത്? കം അർച്ചന്തഃ, ആരെയാണ് അർച്ചിക്കേണ്ടത്, പൂജിക്കേണ്ടത്, അതായത് പൂജാതി ദ്രവ്യങ്ങളെ കൊണ്ട് അർച്ചിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ഏത് ദേവനെ ചെയ്താലാണോ മാനവാഹ ശുഭം പ്രാപ്നുയുർഹു, മനുഷ്യർ ശുഭത്തെ, ആ ഒരു ഐശ്വര്യത്തെ, എല്ലാ അർത്ഥത്തിലുമുള്ള ആ ഒരു മോക്ഷമാർഗത്തെയുമൊക്കെ പ്രാപ്നുയുർഹു, പ്രാപിക്കുന്നത് ഏത് ദേവനെ സ്തുതിച്ചാലാണ്, ഏത് ദേവനെ അർച്ചിച്ചാലാണ്? ചോദ്യം തുടരുകയാണ്. കോ ധർമ്മഃ സർവധർമാണാം ഭവതഃ പരമോ മതഃ കിം ജപൻ മുച്യതേ ജന്തുർ ജന്മ സംസാര ബന്ധനാത്. കോ ധർമ്മഃ, അത് കഹ ധർമ്മഃ എന്നാണ് അതിനെ പിരിച്ചു പറയുമ്പോൾ. കഹ ധർമ്മഃ,
ഏതൊരു ധർമ്മമാണ് സർവധർമാണാം എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം ഇടയിൽ വെച്ച്, എല്ലാ ധർമ്മങ്ങളിലും വെച്ച് എന്നർത്ഥം. സർവധർമാണാം ഭവതഃ, ഇവിടെ ഭീഷ്മരോടാണ് ചോദിക്കുന്നത്. പിതാമഹ, അങ്ങയ്ക്ക് ഭവതഃ, അങ്ങയ്ക്ക് എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏത് ധർമ്മമാണ് ശ്രേഷ്ഠമാണെന്ന് അങ്ങയ്ക്ക് തോന്നിയത്? അപ്പോൾ അങ്ങയുടെ മതം, അഭിമതം, അതാണ് മതഃ. അങ്ങയുടെ അഭിപ്രായത്തിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം എന്നാണ് അടുത്ത ഒരു ചോദ്യം. ഇനി കിം ജപൻ, ഏതൊരു ഭഗവാന്റെ നാമം ജപിച്ചാലാണോ ജന്തുഹു, ജന്തുക്കൾ, ജന്തുക്കൾ എന്നാൽ ഈ ലോകത്തിൽ ജനിച്ചു വീണ എല്ലാവരും ജന്തുക്കളാണ്. അതിൽ നിന്ന് ഈശ്വരത്വത്തിലേക്ക് ഉയരാനുള്ള ഒരേ ഒരു സാധ്യത മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതിനുള്ള സാധനകളാണ് ഈ പറയുന്നതൊക്കെ തന്നെ, ജപവും നാമവും സ്തോത്രവും ആലാപനവുമെല്ലാം. അപ്പോൾ ഏത് ദേവന്റെ ആ ഒരു ജപം ജപിച്ചാലാണോ ജന്തുഹു, എല്ലാ ജന്തുക്കളും ജന്മസംസാര ബന്ധനാത് മുച്യതോ, ഈ ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത്, മുച്യതേ, ഇതും അടുത്ത ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ 2 ശ്ലോകങ്ങളിലായിട്ടാണ് 6 ചോദ്യങ്ങൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദേവന്മാരിൽ ആർക്കാണ് ശ്രേഷ്ഠത്വം? രണ്ടാമത്തെ ചോദ്യം, ഈ ലോക ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും മുഖ്യമായ പ്രാപ്തസ്ഥാനം ഏതാണ്? മൂന്നാമത്തെയും നാലാമത്തെയുമായിട്ടാണ് ചോദിക്കുന്നത്. ഒന്ന്, ആരെ സ്തുതിക്കുന്നത് കൊണ്ടാണ് മംഗളം സംഭവിക്കുന്നത്? നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആരെയാണ് അർച്ചിക്കേണ്ടത്? സ്തുതിക്കുക എന്നാൽ ഇപ്പോൾ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലൂടെ സ്തുതിക്കുക. അർച്ചിക്കുക എന്നാൽ നമ്മൾ പൂജാതി ദ്രവ്യങ്ങൾ കൊണ്ട് അർച്ചിക്കുക. അപ്പോൾ മൂന്നാമത്തേത് ആരെ സ്തുതിക്കണമെന്നത്, നാലാമത്തേത് ആരെ അർച്ചിക്കണം എന്നതാണ്. ഇനി അഞ്ചാമത്തേതാണ് ചോദിക്കുന്നത്, സർവധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ്? ആറാമത്തെ ചോദ്യമാണ്, എളുപ്പം സംസാരമുക്തനാവാൻ ഒരുവൻ മുഖ്യമായും ജപിക്കേണ്ടത് എന്താണ്? അങ്ങനെ 6 ചോദ്യങ്ങൾക്കാണ് ഭീഷ്മ പിതാമഹൻ ഉത്തരം പറയാൻ പോകുന്നത്. ശ്രീ ഭീഷ്മ ഉവാച, ജഗത് പ്രഭും ദേവദേവം അനന്തം ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ പുരുഷ സതതോത്ഥിതഃ. ഏതൊരു ദേവനെ സ്തുതിച്ചാൽ ജന്മസംസാരത്തിൽ നിന്ന് എളുപ്പം മോചിക്കപ്പെടുമോ എന്ന ആ ഒരു 6ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മർ തുടങ്ങുന്നത്. ജഗത് പ്രഭുവും, ഈ ജഗത്തിൻ്റെ മുഴുവൻ പ്രഭുവായിരിക്കുന്ന സ്വാമിയായ നാഥനായിട്ടുള്ള ദേവദേവം, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്കും ദേവനായിട്ടുള്ള, അനന്തം, ദേശം കൊണ്ടോ കാലം കൊണ്ടോ രൂപനാമങ്ങളെ കൊണ്ടോ അങ്ങനെ മുറിച്ചു മാറ്റാത്ത, സർവത്ര നിറഞ്ഞിരിക്കുന്ന, അനന്തമായിരിക്കുന്ന ആ പുരുഷോത്തമം, പുരുഷോത്തമനായിരിക്കുന്ന ആ ഭഗവാനെ നാമസഹസ്രേണ 1000 നാമങ്ങളെ കൊണ്ട് ആരാണോ സ്തുവൻ സ്തുതിക്കുന്നത്, ഗുണകീർത്തനം, അതാണല്ലോ നാമസഹസ്രം, ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള 1000 നാമങ്ങളെ കൊണ്ട് ആരാണോ ഭഗവാനെ സ്തുതിക്കുന്നത്, സതതോത്ഥിതഃ, സതതം എന്നാൽ എല്ലായ്പ്പോഴും, ഇങ്ങനെ തൻ്റെ ശ്രേയസ്സിനു വേണ്ടി, ഉത്ഥിതഃ എന്നാൽ പ്രയത്നം ചെയ്യുന്ന, പുരുഷഃ ഏതൊരു സാധകനുണ്ടോ ആ സാധകൻ. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തോട് നമ്മളങ്ങനെ ചേർത്ത് പറയണം, ജന്മസംസാര ബന്ധനാത് മുച്യതേ, ആ ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. ഇനി ആരെ അർച്ചിക്കണം, ആരെ സ്തുതിക്കണം എന്നതിനുള്ള ഉത്തരങ്ങൾ പറയുകയാണ്. തം ഏവ, തമേവ ച അർച്ചയൻ നിത്യം, ചാർച്ചയ നിത്യം, ഭക്ത്യാ പുരുഷം അവ്യയം, പുരുഷമവ്യയം, ധ്യായൻ സ്തുവൻ സമസ്യംശ്ച യജമാനസ്തമേവ ച, തമേവ അർച്ചയൻ.
ആ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ തന്നെ ച അർച്ചയൻ അർച്ചിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ പുരുഷം അവ്യയം, അവ്യയം എന്നാൽ ഒരു വ്യയം സംഭവിക്കാത്തത്, ഒരു കുറവും സംഭവിക്കാത്ത ആ പരമപുരുഷനെ അർച്ചിക്കുക. ഒപ്പം ധ്യായൻ, നമ്മൾ അർച്ചിക്കുന്നതിനോടൊപ്പം തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ആ ഭഗവാന്റെ രൂപം മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ ധ്യാനിച്ച് സ്തുവൻ, സ്തുതിക്കുക. ഈ പറയുന്ന നാമസഹസ്രങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുക. നമസ്യൻ, ഭഗവാനെ നമസ്കരിക്കുക, സാഷ്ടാംഗ നമസ്കാരം. അങ്ങനെ നമസ്കരിച്ച് ഇവിടെ രണ്ടാമത്തെ വരിയിൽ വരുന്ന തമേവ എന്നത് ഈ ധ്യായൻ, സ്തുവൻ, നമസ്യൻ എന്നതിൻ്റെ കൂടെ ചേർക്കുക. അതായത് അതേ ഭഗവാനെ തന്നെ ധ്യാനിച്ച് സ്തുതിച്ച് നമസ്കരിക്കുന്ന അങ്ങനെയുള്ള ആളെയാണ് യജമാനഃ എന്ന് പറയുന്നത്. അതായത് ഇതൊരു യജ്ഞമാണ്, യജ്ഞം ചെയ്യുന്ന ആളെയാണ് യജമാനൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ യജമാനൻ നേരത്തെ പറഞ്ഞതുപോലെ സംസാരമുക്തനാകുന്നു എന്ന് ചേർത്ത് വായിക്കുക. അനാദിനിധനം വിഷ്ണും സർവലോക മഹേശ്വരം, ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദിഘോ ഭവേത്. അനാദിനിധനം, ആദി എന്നാൽ ഉത്പത്തി, നിധനം നാശം. അനാദിനിധനം ഇത് രണ്ടും ഇല്ലാത്ത, ഉത്പത്തിയും ഇല്ല നാശവുമില്ല എന്ന് വെച്ചാൽ തന്നെ നിത്യനാണ്. അപ്പോൾ നിത്യനായിരിക്കുന്ന വിഷ്ണു, ആ ഭഗവാനെ, സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, സർവലോക മഹേശ്വരം, ഈ സർവലോകത്തിനും മഹേശ്വരനായിട്ടുള്ള, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, അതുകൊണ്ട് തന്നെയാണ് ലോക അധ്യക്ഷം എന്ന് പറഞ്ഞത്. ഒരു പൊതുയോഗത്തിൽ നമുക്കറിയാം അധ്യക്ഷ സ്ഥാനം വഹിക്കുക എന്ന് വെച്ചാൽ ആ യോഗത്തെ മുഴുവൻ നിയന്ത്രിക്കുക എന്നാണ്. ഇതുപോലെ ഈ ലോകത്തിൻ്റെ അധ്യക്ഷനാണ് ഭഗവാൻ. അങ്ങനെ ലോക അധ്യക്ഷനായിരിക്കുന്ന ആ ഭഗവാനെ നിത്യം സ്തുവൻ, എല്ലായ്പ്പോഴും സ്തുതിക്കുന്നതിലൂടെ സർവദുഃഖാധികോ ഭവേത്, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമ്മൾ മോചിപ്പിക്കപ്പെടുന്നു. അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇവിടെ ദുഃഖം എന്നതുകൊണ്ട് ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന ഈ 3 ദുഃഖങ്ങൾ, നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ദുഃഖം ആധ്യാത്മികം, അതാണ് ആധ്യാത്മികം. ആദിഭൗതികം എന്നാൽ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന കൊടുങ്കാറ്റ്, തീപിടുത്തം മുതലായവ, അങ്ങനെ ഉണ്ടാവുന്ന ദുഃഖങ്ങൾ. ഇനി ആദിദൈവികം എന്നാൽ വിധിവശാൽ നമുക്ക് വന്നു ചേരുന്ന പല വിധത്തിലുള്ള അപകടങ്ങൾ, അതുമുതലായിട്ടുള്ള ദുഃഖം. ഇങ്ങനെയുള്ള ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഭഗവാന്റെ ഒരു രക്ഷ നമുക്കുണ്ടാവുന്നു. ഈ ഒരു സ്തോത്ര ആലാപനം നിത്യവും ചെയ്യുന്നതിലൂടെ നമ്മെ അത് കാത്ത് രക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ ദുഃഖത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു ഭഗവാൻ.